സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. മലപ്പുറം മഞ്ചേരിയിലെ കൃഷ്ണപ്രിയയുടെ അച്ഛൻ ശങ്കരനാരായണനെ ഓർമ്മയില്ലേ? മകൾക്ക് നീതി കിട്ടാൻ വേണ്ടി സ്വയം നിയമം നടപ്പാക്കിയ പിതാവ്. 2001 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്ന കൃഷ്ണപ്രിയയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത്. പിറ്റേ വർഷം, അതായത് 2002 ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ പ്രതിയെ ഈ പിതാവ് വെടിവെച്ച് കൊലപ്പെടുത്തുന്നു. ആ സംഭവത്തിന് ശേഷം പെൺമക്കളുള്ള മാതാപിതാക്കളുടെ മനസ്സിൽ ഹീറോയാണ് ശങ്കരനാരായണൻ. സമാനമായൊരു സംഭവം തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലുണ്ടായി. മകളെ കൊലപ്പെടുത്തിയയാളെ ജാമ്യത്തിലിറങ്ങിയതിന് പിന്നാലെ പിതാവ് വെട്ടിക്കൊന്നു. പ്രണയത്തിൽ നിന്നും പിന്മാറിയതിന്റെ വൈരാഗ്യത്തിൽ അധ്യാപികയായിരുന്ന കാവ്യയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അജിത് കുമാറാണ് കൊല്ലപ്പെട്ടത്. ജാമ്യത്തിലായിരുന്ന അജിത് കുമാറിന് കഴിഞ്ഞ മാസമാണ് ജാമ്യം ലഭിച്ചത്. ഇതറിഞ്ഞ കാവ്യയുടെ പിതാവ് പുണ്യമൂർത്തി 3 ബന്ധുക്കളോടൊപ്പം അജിത്തിന്റെ വീട്ടിലെത്തിയാണ് ഉറക്കത്തിലായിരുന്ന ഇയാളെ വെട്ടിക്കൊന്നത്. അമ്മൻപേട്ട പോലീസിൽ കീഴടങ്ങിയ 4 പ്രതികളെയും റിമാൻഡ് ചെയ്തു. അജയ് സുധ ബിജു ചേരുന്നു വിവരങ്ങളുമായി. അജയ്, ഇത്തരമൊരു സംഭവം മലയാളികളുടെ ഒരു മനസ്സിലുണ്ട്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2002 മലപ്പുറം മഞ്ചേരിയിൽ നടന്നൊരു സംഭവം. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ വെടിവെച്ച് കൊന്ന ശങ്കരനാരായണൻ എന്ന പിതാവ്. എനിക്ക് തോന്നുന്നു ഈ സംഭവം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഓർമ്മ വന്നത് ശങ്കരനാരായണനെയാണ്. സ്വാഭാവികമായും ഒരു കൊലക്കേസിൽ കോടതിയിൽ നിന്നും നീതി കിട്ടാൻ കാലതാമസമുണ്ടാകും. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ പിതാവും, അതായത് ഈ പുണ്യമൂർത്തി, സ്വന്തം മകളുടെ ഘാതകനെ കൊലപ്പെടുത്തിയത്. അല്ല, എന്താണ് സംഭവിച്ചത്? ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിവരം എന്താണ്? ടോം, തഞ്ചാവൂരിലുള്ള മേലെ മാലക്കുടിയിൽ വെച്ചിട്ടാണ് ഇത്തരമൊരു സംഭവം അരങ്ങേറിയത്. അതായത് കഴിഞ്ഞ നവംബറിലാണ് ഈ കാവ്യ എന്ന് പറയുന്ന ഈ സർക്കാർ സ്കൂളിലുള്ള താൽക്കാലിക അധ്യാപികയുടെ കൊലപാതകം നടന്നത്. ഈ പെൺകുട്ടിയുടെ വിവാഹ നിശ്ചയം മറ്റൊരാളുമായിട്ട് ഉറപ്പിച്ചതിന് പിന്നാലെയാണ് പ്രതി ഇത്തരമൊരു കുറ്റകൃത്യം നിർവഹിക്കുന്നത്. ഈ പെൺകുട്ടി സ്കൂളിലേക്ക് പോകുന്നത് വഴി സ്കൂട്ടർ തടഞ്ഞു നിർത്തി ഈ പെൺകുട്ടിക്ക് നേരെ വടിവാൾ ഉപയോഗിച്ചുകൊണ്ട് വെട്ടുകയായിരുന്നു. തൽക്ഷണം തന്നെ കാവ്യ ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഇതിന് പിന്നാലെയാണ് ഇതിന് പിന്നാലെ ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ഉൾപ്പെടെ ചെയ്തിരുന്നു. തുടർന്ന് 5 മാസങ്ങൾക്ക് ശേഷമാണ് ഈ പ്രതിയായിട്ടുള്ള അജിത് കുമാറിന് ജാമ്യം ലഭിക്കുന്നത്. ഈ 29കാരൻ ജാമ്യം ലഭിച്ച് തിരിച്ച് വീട്ടിലെത്തി രാത്രി ബെഡ്റൂമിൽ കിടന്നുറങ്ങുന്നതിനിടെയാണ് അച്ഛനായിട്ടുള്ള പുണ്യമൂർത്തിയുടെ ഈ കൊലപാതകം അത് അരങ്ങേറിയത്. ഈ പുണ്യമൂർത്തി മാത്രമല്ല, ഈ പെൺകുട്ടിയുടെ ബന്ധുക്കളായിട്ടുള്ള മറ്റ് 3 പേർ കൂടി കൊലപാതകത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇയാൾ രാത്രി വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്നതിനിടെയാണ് ഈ അച്ഛനും അതുപോലെ തന്നെ മറ്റ് 3 ബന്ധുക്കളും കൂടി ഈ വീട്ടിലെത്തി ഈ കൃത്യം നിർവഹിച്ചത്. ഇയാൾ മകളെ എങ്ങനെയാണോ കൊലപ്പെടുത്തിയത് അതിന് സമാനമായി തന്നെ വടിവാൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ അജിത് കുമാറിനെ പിതാവ് വെട്ടുകയായിരുന്നു. അജിത് കുമാറും അവിടെ വെച്ച് തന്നെ തൽക്ഷണം മരിച്ചതായിട്ടാണ് വിവരമുള്ളത്. ഈ കുറ്റകൃത്യം നിർവഹിച്ചതിന് ശേഷം ഈ അച്ഛനും മറ്റ് 3 ബന്ധുക്കളും കൂടി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അമ്മൻപേട്ട പോലീസ് സ്റ്റേഷനിലാണ് ഈ 4 പ്രതികളും കീഴടങ്ങിയിട്ടുള്ളത്. 4 പേരെ നിലവിൽ റിമാൻഡ് ചെയ്തിട്ടുള്ളതായിട്ടാണ് വിവരമുള്ളത്. ഈ അച്ഛനായിട്ടുള്ള പുണ്യമൂർത്തിക്ക് പുറമെ ബന്ധുക്കളായിട്ടുള്ള എം ലോകേഷ്, അതുപോലെ ഡി രാമലിംഗം, എ കറുപ്പയ്യ എന്നിവരാണ് നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ ഈ മകളുടെ കൊലപാതകത്തിനെ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് ഈ കൊലയ്ക്ക് പിന്നിലെന്നാണ് ഇവർ പോലീസിന് ഉൾപ്പെടെ മൊഴി നൽകിയത്. ഈ മകളും അതുപോലെ തന്നെ ഈ മകളായിട്ടുള്ള കാവ്യയും അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ കൊല്ലപ്പെട്ടിട്ടുള്ള അജിത് കുമാറും തമ്മിൽ പ്രണയബന്ധത്തിലായിരുന്നതായിട്ടാണ് നിലവിൽ പിതാവായിട്ടുള്ള പുണ്യമൂർത്തി മൊഴി നൽകിയിരിക്കുന്നത്. ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നത് ഈ പിതാവായിട്ടുള്ള പുണ്യമൂർത്തിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഇതിനെ തുടർന്ന് പുണ്യമൂർത്തി ഈ ബന്ധത്തെ ശക്തമായിട്ട് എതിർക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് ഈ പെൺകുട്ടിയുടെ വിവാഹം മറ്റൊരാളുമായിട്ട് നിശ്ചയിക്കുന്നത്. ഈ വിവാഹ നിശ്ചയത്തിന് ശേഷം ഈ പെൺകുട്ടിയായിട്ടുള്ള കാവ്യ തന്നെയാണ് ഈ അജിത് കുമാറിനോട് തങ്ങളുടെ ബന്ധം അത് ഉപേക്ഷിക്കും എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നത്. എന്നാൽ അജിത് കുമാർ ഇതിന് തയ്യാറായില്ല. പക്ഷേ ഈ പെൺകുട്ടിയായിട്ടുള്ള കാവ്യ അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങി മറ്റൊരാളുമായിട്ടുള്ള ആ വിവാഹ ബന്ധത്തിന് സമ്മതിച്ചു. തുടർന്ന് അയാളുമായിട്ടുള്ള വിവാഹ നിശ്ചയം വരെ നടക്കുകയും ചെയ്തു. അങ്ങനെ വിവാഹ നിശ്ചയത്തിന് ശേഷം ഈ നിശ്ചയത്തിന്റെ ഒരു ഫോട്ടോ അത് ഈ അജിത് കുമാറിന് കാവ്യ കൊലപ്പെടുത്തിയതിന്റെ പകയിൽ അച്ഛനും ബന്ധുക്കളും ചേർന്ന് പ്രതികാരം വീട്ടുന്നത് ആസൂത്രിതമായ കൊലമായിട്ട് തന്നെ കാണേണ്ടതല്ലേ?
അതായത് ഇയാൾ പുറത്തിറങ്ങുമ്പോൾ ഈ അജിത് കുമാറിനെ കൊലപ്പെടുത്തുക എന്ന കൃത്യമായ പദ്ധതി ഈ അച്ഛനും ബന്ധുക്കൾക്കും ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും ഇപ്പോൾ അത്തരത്തിലാണ് പോലീസിന്റെ ഉൾപ്പെടെ കൃത്യമായിട്ടുള്ള നിഗമനം. ഇവർ കൃത്യമായിട്ട് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളതും അത് തന്നെയാണ്. അതായത് ഈ പെൺകുട്ടിയുടെ കൊലപാതകം തന്നെയാണ് ഇത്തരമൊരു കുറ്റകൃത്യത്തിലേക്ക് ഇവരെ നയിച്ചതെന്നാണ് നിലവിൽ മൊഴി നൽകിയിട്ടുള്ളത്. ഈ മുൻപ് നടന്നിട്ടുള്ള കാര്യം ഉൾപ്പെടെയാണ് നിലവിൽ പോലീസ് ഈ കുറ്റകൃത്യത്തിന്റെ ഒരു മോട്ടീവായിട്ട് വിലയിരുത്തുന്നത്. അതായത് ഈ പിതാവ് മകളുടെ ഈ അജിത് കുമാറുമായിട്ടുള്ള ബന്ധത്തെ ശക്തമായിട്ട് എതിർത്തിരുന്നു. അജിത് കുമാർ ഒരു പെയിന്റ് പണിക്കാരനായിരുന്നു. അപ്പോൾ ഇത് കാരണം തന്നെയാണ് പുണ്യമൂർത്തി ഈ മകളുടെ ബന്ധത്തെ ശക്തമായിട്ട് എതിർത്തത്. മറ്റൊരു കുടുംബത്തിലുള്ള ഒരാളുമായിട്ട് ബന്ധമുറപ്പിക്കുകയും ഉൾപ്പെടെ ചെയ്തതാണ്. അങ്ങനെ ഈ വിവാഹ നിശ്ചയം നടന്നതിന് പിന്നാലെ ഈ പെൺകുട്ടി നിശ്ചയത്തിൻ്റെ ഫോട്ടോ ഉൾപ്പെടെ ഈ അജിത് കുമാറിന് അയച്ചു നൽകി. അപ്പോൾ ഇതിനെ പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തെ തുടർന്നാണ് അജിത് കുമാർ ഈ പെൺകുട്ടിയെ വഴിയിൽ തടഞ്ഞു നിർത്തി കൊല ചെയ്തത്. ആലങ്കുടി ഗവൺമെൻറ് പ്രൈമറി സ്കൂളിലുള്ള താൽക്കാലിക അധ്യാപികയായിരുന്നു കാവ്യ. സ്കൂളിലോട്ടുള്ള വഴിക്കിടെ തന്നെയാണ് ഇവരെ തടഞ്ഞു നിർത്തി കൊലപ്പെടുത്തുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ സംഭവത്തിൽ ഈ 4 പേരും റിമാൻഡിലാണ്. പോലീസ് ഇവരെ ചോദ്യം ചെയ്തപ്പോൾ ഇതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ ഉൾപ്പെടെ നൽകുകയായിരുന്നു. സംഭവത്തിൽ കൂടുതൽ ദുരൂഹതയൊന്നും തന്നെ നിലവിലില്ല. കൃത്യമായിട്ട് ഈ മകളുടെ കൊലപാതകത്തിലുള്ള പ്രതികാരം തന്നെയാണ് നിലവിലുണ്ടായിട്ടുള്ള ഈ കൊലപാതകത്തിനും കാരണം എന്ന് തന്നെയാണ് പോലീസിൻ്റെ നിഗമനം. വ്യക്തമാണ്. അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. ഇടുക്കി നെടുങ്കണ്ടം പച്ചടിയിൽ ഇരട്ട കൊലപാതകം. പോലീസ് നടത്തിയ പരിശോധനയിൽ ശരീരഭാഗങ്ങൾ കണ്ടെടുത്തിരുന്നു. ഇതിന് പിന്നാലെ 2 മൃതദേഹങ്ങളും കണ്ടെത്തി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.